അനുവിനെ ഞാൻ ഒരു പടി മുന്നിൽ വെക്കും. എന്തെന്ന് വെച്ചാല് അനു അവിടെ എല്ലാരെയും ഹെൽപ്പ് ചെയ്തു. മനസ്സിലായില്ലേ? എല്ലാവരെയും റോളുകൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അനീഷിന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു, ആര്യന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവർക്കൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അനു എന്റെ കണ്ണിൽ ഒരു പടി മുന്നിലായി ഈ ടാസ്കിൽ. അനുമോളുടെ ഡാൻസ്, അനുമോളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അനുമോൾ ഒരു പെർഫോമറാണ്. ആ വീട്ടിൽ വേറെ ആരേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യേണ്ട ആളുകളാണ്. അനുമോള് തകർക്കാണെന്ന് പറഞ്ഞാൽ ആദ്യം ടാസ്ക് തുടങ്ങിയത് മുതൽ അവസാനം വരെ അനുമോള് തകർത്ത് അഭിനയിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു തരി ടാസ്കിൽ ഈ ക്യാരക്ടർ ഇട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഏകദേശം കുറെ ആൾക്കാർക്ക്, അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഈ പറയുന്ന അനുമോള് മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. അത് എല്ലാവരും ഒന്നും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അനുമോൾ ആ ഒരു കാര്യത്തിലും അനുമോളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പോകിനെല്ലാം കൊണ്ട് ആര്യൻ കൊടുത്തു. അങ്ങനെയാണ് ആര്യൻ ജയിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പറ്റിക്കും പ്രേക്ഷകർക്കറിയാം ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത്. അത് ആര്യനാണോ, സാബുമോനാണോ, അനുമോളാണോ എന്നത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം. അനുമോൾ ഒരിക്കലും ജയിക്കരുത് എന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ്. ഈ ടാസ്കിലെന്നല്ല, ബിഗ് ബോസിൽ അനുമോൾ ഒരിക്കലും നിലം തൊടുവാൻ പോലും പാടില്ല എന്നൊരു ചിന്താഗതി അവിടെയുള്ള ഒട്ടുമിക്കവാറും ആൾക്കാരുടെ ഒക്കെ മനസ്സിലുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും എത്രയോ തവണ പുറത്തു വന്നിരിക്കുന്നു.